നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ ഒരിക്കലും പാകിസ്ഥാൻ മറക്കാൻ ഇടയില്ലാത്ത ഒരു രാത്രി. ഇത്തരത്തിൽ ഒരുപാട് രാത്രികൾ ഇന്ത്യൻ സേന പാകിസ്ഥാന് നൽകിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലത്തേതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ ഭീകരർ ഇവിടെ നിരപരാധികളായ ആളുകളെ മതം ചോദിച്ച് അവരുടെ വസ്ത്രമുരിഞ്ഞ് പരിശോധിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ പഹൽഗാം ഭീകരാക്രമണം നമ്മൾ മറക്കില്ല. അതിനെ ഇരട്ടിയിലധികം തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ രാജ്യം പാകിസ്ഥാന് നൽകിയത്. പാകിസ്ഥാന്റെ മടയിൽ കയറി ചെന്ന് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ മിന്നൽ നീക്കമായിരുന്നു ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോഴും പാകിസ്ഥാൻ അതുകൊണ്ടൊന്നും പഠിക്കില്ല. ഇപ്പോഴും പലതരത്തിലുള്ള ഭീഷണികളും നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമ്മൾ മാത്രമല്ല, നമ്മുടെ രാജ്യം മാത്രമല്ല വാതോരാതെ സംസാരിച്ചിട്ടുള്ളത്. പല പ്രമുഖ രാജ്യങ്ങളിലുള്ള അവരുടെ രാഷ്ട്രീയ നേതാക്കൾ അടക്കം പലപ്പോഴും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാനുള്ള കാര്യം, റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു വീഡിയോ അതാണിപ്പോൾ ചർച്ചയാകുന്നത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഓപ്പറേഷൻ സിന്ദൂറിലെ നേട്ടങ്ങൾ വിവരിച്ചുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ചെറു വീഡിയോ ഉയർത്തിയ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലെ സൈനിക നടപടിയിൽ പാകിസ്ഥാൻ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള കിരാന ഹിൽസിൽ ഇന്ത്യ ആക്രമണം നടത്തിയോ എന്നതാണ് ചർച്ചകളിലെ ചൂടേറിയ വിഷയം. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടൻ ഇന്ത്യൻ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത പത്രസമ്മേളനത്തിൽ കിരാന ഹിൽസിലെ ആക്രമണം ഇന്ത്യൻ വ്യോമസേനാ പ്രതിനിധി തള്ളിയെങ്കിലും വീഡിയോയിലെ ദൃശ്യങ്ങൾ വീണ്ടും ചർച്ചകളിലേക്ക് കിരാനയെ തിരികെ കൊണ്ടുവരികയാണ്. കിരാന ഹിൽസ് മേഖലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലെ സർഗോദ വ്യോമതാവളം ഇന്ത്യ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോയിലുള്ളത് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനൊപ്പം സമാധാന പാലകർ എന്ന തലക്കെട്ടും ഇന്ത്യൻ വിമാനങ്ങൾ അണിനിരക്കുന്ന വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വാക്കുകളും കിരാന ഹിൽസ് ആക്രമിച്ചെന്ന വാദങ്ങൾക്ക് ബലം നൽകുന്നു. റഫാൽ, സുഖോയ്, ജാഗൂർ, തേജസ് വിമാനങ്ങളാണ് വ്യോമസേനയുടെ വീഡിയോയിൽ അണിനിരക്കുന്നത്. ഇവരെല്ലാം തന്നെ നമ്മുടെ മുന്നണി പോരാളികളാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ വീഡിയോയിൽ ഇതിന്റെ പശ്ചാത്തല സംഗീതമായി നൽകിയിരിക്കുന്നത് ഐഗിരി നന്ദിനി എന്ന് തുടങ്ങുന്ന ആദ്യ വരികളാണ്. ഈ വീഡിയോയിൽ നൂർഖാൻ എയർബേസിനടുത്ത് ബ്രഹ്മോസ് മിസൈൽ പതിച്ചുണ്ടായ വലിയ ഗർത്തം വരെ കാണിക്കുന്നുണ്ട്. നൂർഖാൻ ബേസിലാണ് പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ മേൽനോട്ടം നടത്തുന്ന സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. സർഗോദയിലെ മുഷഫ് വ്യോമ ബേസിലും ഇന്ത്യയുടെ മിസൈൽ ആക്രമണം നടന്നിരുന്നു. കിരാന കുന്നുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ആണവായുധങ്ങളുമായി അടുത്ത സ്ഥലമാണിത്. ഈ ആക്രമണത്തിൽ കിരാന കുന്നുകളിൽ നിന്നും ആണവ വികിരണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂർ ഫോർമേഷൻ നടത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത എല്ലാ വിമാനങ്ങളും ചേർന്നായിരുന്നു ഈ പ്രത്യേക പറക്കൽ നടന്നത്. ഇതിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ വീഡിയോയിലാണ് ഇന്ത്യൻ വ്യോമസേന കിരാന കുന്നുകളിലും നൂർഖാൻ എയർബേസിലും ആക്രമണം നടത്തിയ കാര്യം സൂചിപ്പിക്കുന്നത്. സുഖോയ്, റഫാൽ, ജാഗൂർ, തേജസ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാനിലെ സർഗോദയ്ക്കടുത്തുള്ള കിരാന ഹിൽസ് ആക്രമിച്ചിരിക്കുന്നത്. കിരാന ഹിൽസിനടുത്തുള്ള നൂർഖാൻ വ്യോമ ബേസും ഇന്ത്യൻ സേന ആക്രമിച്ചിരുന്നു. പക്ഷേ കിരാന ഹിൽസ് ഇന്ത്യ ആക്രമിച്ച കാര്യം അന്ന് ഇന്ത്യ നിഷേധിച്ചിരുന്നു. പാകിസ്ഥാന്റെ സർഗോദ വ്യോമതാവളത്തിനടുത്ത് ചേർന്ന ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കിരാന ഹിൽസ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഈ സ്ഥലം തിരിച്ചറിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന സൂചന നൽകിയെന്നാണ് പരക്കെ പ്രചരിച്ചത്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ വേളയിലെ പത്രസമ്മേളനത്തിൽ ജനറൽ എയർ മാർഷൽ AK ഭാരതി ചെറുചിരിയോടെയാണ് ഈ ചോദ്യം നേരിട്ടത്. അവിടെ ആണവ നിലയങ്ങൾ ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതിന് നന്ദി, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു എന്നുമാണ് പുഞ്ചിരിയോടെ അദ്ദേഹം ഇതിന് മറുപടി നൽകിയത്. ഒപ്പം ഇന്ത്യ ഇവിടെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വീഡിയോയ്ക്ക് ശേഷവും മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വ്യോമസേന. വീഡിയോയിൽ നൂർഖാൻ വ്യോമതാവളം, ഭീകരരുടെ കേന്ദ്രങ്ങളും ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ലാഹോറിൽ നിന്ന് 187 കിലോമീറ്റർ മാത്രം അകലെയാണ് കിരാന ഹിൽസ്. ഈ കുന്നിനുള്ളിലാണ് പാകിസ്ഥാൻ അവരുടെ ആണവായുധം ഒളിപ്പിച്ചിരുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് മുൻപിൽ മുട്ടുകുത്തിയത്.
ഇന്ത്യൻ വ്യോമസേന എക്സിൽ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കുവെച്ച വീഡിയോയിൽ നൂർബേസിൽ ബ്രഹ്മോസ് മിസൈൽ പതിച്ച് സൃഷ്ടിക്കപ്പെട്ട കൂറ്റൻ ഗർത്തവും കാണിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ കിരാന കുന്നുകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അമേരിക്കയുടെ കോൺസ്റ്റന്റ് ഫിനിക്സ് എന്ന WC-135R സ്നിഫർ വിമാനം അവിടേക്ക് പറന്നു ചെന്നിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ആണവ സ്ഫോടനത്തെ തുടർന്ന് ആണവ വികിരണം ഉണ്ടാക്കുന്ന അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അത് മണത്ത് കണ്ടുപിടിക്കാൻ കഴിവ് സ്നിഫർ വിമാനത്തിനുണ്ട്. ഈ അമേരിക്കൻ വിമാനമാണ് കിരാന കുന്നുകളിൽ ആണവ ബേസ് ആക്രമിക്കപ്പെട്ടുവെന്ന കാര്യം മണത്തറിഞ്ഞതെന്നും വാർത്തയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ബൊറോൺ എന്ന മൂലകം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഈജിപ്തിലെ മണ്ണുമായി ഒരു വിമാനം കിരാന കുന്നിലേക്ക് പറന്നെത്തിയിരുന്നതായും അന്ന് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ആണവ അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ഒരു സവിശേഷമായ കഴിവ് ഈജിപ്തിലെ മണ്ണിനുള്ളതായി പറയുന്നു. ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിരോധ നിരീക്ഷകർ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾക്ക് കേട് പറ്റിയെന്ന നിഗമനത്തിൽ എത്തിയത്. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ പല തെളിവുകളും, നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ അടക്കം പതിച്ചിട്ടുള്ള വലിയ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന പുറത്തുവിട്ട വീഡിയോയിലൂടെ കിരാന കുന്നുകൾ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ള സൂചന കൂടിയാണ് നൽകുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ സേനയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം വന്നിട്ടില്ല. പാകിസ്ഥാന്റെ വളരെ ശക്തമായ സുരക്ഷാ വലയമുള്ള പ്രദേശമാണ് കിരാന. ഇവിടെ ഒരു ഭൂഗർഭ അണവായുധ സംഭരണ കേന്ദ്രമുണ്ടെന്നും ആണവ ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കും വേദിയാകുന്ന സ്ഥലമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു. 1980കളിൽ നടത്തിയ സബ് ക്രിറ്റിക്കൽ ആണവ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ഇവിടെയാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ഈ ഒരു സംശയം ഇപ്പോൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ പുറത്തു വന്നിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ ദൃശ്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ അറിയാതെ ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ ഇന്ത്യൻ സേന ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷേ ആ ദിവസം അത് പാകിസ്ഥാന്റെ രാത്രികളിൽ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു രാത്രി തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം, അതുപോലെ തന്നെ നമ്മുടെ കരനാവിക വ്യോമ മേധാവികളടക്കം മുന്നറിയിപ്പ് കൃത്യമായി പാകിസ്ഥാന് നൽകുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഒരിക്കലും അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഭീകരത ഇങ്ങനെ തുടരെ ഇന്ത്യക്ക് നേരെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകും. അതൊരിക്കലും പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അത്ര തരത്തിലുള്ള വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. എന്നും ഇന്ത്യയെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചങ്ങ് മാന്തിയ ചരിത്രം മാത്രമേ നമുക്കുള്ളൂ. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും ഭാവിയിലും ഇത് തന്നെയായിരിക്കും പാകിസ്ഥാന്റെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.